ഹലോ, അപ്പോൾ നമുക്കൊരു ഓർഡർ പാക്ക് ചെയ്താലോ? അപ്പോൾ ഇതിപ്പോൾ എനിക്ക് ഓർഡർ കിട്ടിയതാണ് 2 ഹിജാബും അതുപോലെ ഒരു ഇയറിങ്സും. ഇതിപ്പോൾ അടുത്തുനിന്ന് എൻ്റെ വീട്ടിൻ്റെ അടുത്തുനിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ. അതുപോലെ എൻ്റെ റിലേഷനും കൂടിയാണ്. അപ്പോൾ ഇത് 2 ഹിജാബും ഉണ്ട്, ജേഴ്സി ഹിജാബും ഉണ്ട്, അതുപോലെ ഒരു ലോങ് ആനയുടെ ഡിസൈനായിട്ടുള്ള എലിഫൻറ്റിൻ്റെ ഡിസൈനായിട്ടുള്ള ഇയറിങ്സ്. ജ്വല്ലറി ബിസിനസ് തുടങ്ങാൻ നിൽക്കുന്നവർക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് എൻ്റെ വ്യൂ പോയിൻറ്റിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത് നമുക്ക് കുറച്ച് മെസ്സേജൊക്കെ വരുന്നാറുണ്ട്, എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്ത്, എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടിട്ട് ഒരിക്കലും ഇതിന് ഇറങ്ങിത്തിരിക്കാതിരിക്കുക. കാരണം ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ് എന്തായാലും കച്ചവടം നടക്കുക. എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല ഓർഡർ കിട്ടുന്നത്. അപ്പോൾ ആ വീഡിയോസ് ഒന്നും കണ്ടിട്ട് അവർക്ക് ഇത്രയും കിട്ടണ്ടല്ലോ നമുക്ക് ഇത്രയും കിട്ടുന്നുള്ള ഇതിൽ ഇറങ്ങി. പിന്നെ ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് തുടങ്ങാമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. കാരണം ഒന്നാമത് പർച്ചേസ് ചെയ്യാൻ നമ്മൾ എവിടെയും ദൂരത്ത് പോകുകയാണെങ്കിൽ അതിനുള്ള എക്സ്പെൻസ് എന്തായാലും ആവും. ട്രാവലിംഗ് എക്സ്പെൻസ്, ഭക്ഷണം എല്ലാം കൂടിയിട്ട് ആകുമ്പോൾ ഒരു എമൗണ്ട് ആവും. പിന്നെ ഓരോ കടകളിൽ ഇത്ര എമൗണ്ട് വെച്ച് പർച്ചേസ് ചെയ്യണം എന്നുള്ളതുണ്ട് കേട്ടോ. ഓരോ ഷോപ്പുകളിലൊക്കെ അത് ഓൺലൈനിൽ ഇപ്പോൾ കാണുന്നുണ്ടല്ലോ, 2000 രൂപയ്ക്ക് ഹോൾസെയിൽ ബിസിനസ് തുടങ്ങാം. നിങ്ങൾ ഞങ്ങളുടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഇപ്പോൾ കുറേ ആൾക്കാർ ഹോൾസെയിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ അത് കണ്ട് നിങ്ങൾ വാങ്ങേണ്ടി വരും. ഇതൊക്കെ കണ്ടിട്ട് വേണമെങ്കിൽ ജ്വല്ലറീസ് ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇത് വെച്ച് തുടങ്ങാം. പക്ഷേ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരുടെ ഇത് കണക്കാക്കിയിട്ട്, ഓർഡർ കണക്കാക്കിയിട്ട് നമ്മൾ ഇതിനെ ഇറങ്ങിത്തിരിക്കരുത്. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിൽ തന്നെ ആയിരിക്കും. ചില സമയങ്ങളിൽ നമുക്ക് ഓർഡർ ഒന്നും കിട്ടില്ല, ചിലപ്പോഴേക്കും നമുക്ക് ഓർഡർ കിട്ടുക. എല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം എന്തായാലും ബിസിനസ്. എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അതുപോലെ കുറച്ച് വീഡിയോകൾ കണ്ടതാണ്, കൊളാബുകാരെ കൊണ്ട് തോറ്റു കൊണ്ട് ചെറിയ സ്മോൾ ബിസിനസ്, ഞാൻ സ്മോൾ ബിസിനസ് തന്നെ. അവർ എന്തെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാം. അപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഓർഡറൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലിപ്പോൾ 2 ഹിജാബ്, ജേഴ്സി ഹിജാബും അതുപോലെ ഒരു ഇയറിങ്സോ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മളൊരു കുഞ്ഞ് ഗിഫ്റ്റ്, ഒരു ഹെയർ ക്ലിപ്പും കൂടി വെച്ചിട്ട്. നമ്മൾ ഓരോരുത്തരുടെ സ്വപ്നം ഇരിക്കില്ലേ, എന്തെങ്കിലും ഒറ്റയ്ക്ക് ചെയ്ത് തുടങ്ങണം, സ്വന്തം ബിസിനസ് വേണം എന്നുള്ളതൊക്കെ. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്ത് തുടങ്ങാൻ, നമ്മൾ എന്തും ഫേസ് ചെയ്യാൻ തയ്യാറാവുക.